നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. മഴക്കാല രോഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതും അത് തടയാനുള്ള കാരണങ്ങളും വിശദീകരിക്കുകയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായ ഡോക്ടർ മെഹറൂഫ് രാജ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ മഴക്കാല രോഗങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പടരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ മഴക്കാലത്ത് വരുന്ന രോഗങ്ങൾ ഭൂരിഭാഗവും ഈ വൈറൽ അസുഖങ്ങളാണ്. നമ്മൾ വേറെ വൈറസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമസൂക്ഷ്മാണുക്കളാണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പകർച്ച സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും മഴക്കാലത്ത് കാണുന്ന ഈ ഇൻഫ്ലുവൻസ, ഫ്ലൂ എന്ന് പറയുന്ന രോഗം ഈ ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ശ്വസന വ്യവസ്ഥ വഴി പരക്കുന്ന രോഗമാണ്. അപ്പം വളരെ പെട്ടെന്ന് ഈ ഒരു വീട്ടിലൊരാൾക്ക് അങ്ങനത്തെ പകർച്ചപ്പനി പിടിച്ചാൽ, ഫ്ലൂ പിടിച്ചാൽ, നമ്മൾ അടുത്തിടപഴകുന്നതല്ലേ. ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കും മക്കൾക്കും പിന്നെ സഹപ്രവർത്തകർക്കൊക്കെ അങ്ങനെ ഫ്ലൂവിൽ അത് വളരെ പെട്ടെന്ന് പകർച്ചയാണ്. അത് എയർബോണാണ്, ഈ വായു വഴി വരുന്നതാണത്. രണ്ടാമത്തത് ഈ നമ്മൾ വെള്ളം വഴി പകരുന്ന രോഗങ്ങളാണ് വൈറൽ ഡയറിയ, വയറിളക്കം പോലത്തെ രോഗങ്ങൾ. ഈ പിന്നെ വരുന്ന ഒരു മറ്റേ വൈറൽ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ കൊതുക് ജന്യമായ രോഗങ്ങളാണ്. മഴക്കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ മഴക്കാല രോഗങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായും ഇത്തരത്തിൽ ഈ വായു വഴി പകരുന്ന രോഗങ്ങളും പിന്നെ വെള്ളം വഴി പകരുന്ന ഈ മലിനജലം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന വയറിളക്കം, ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ബാധിക്കുന്ന അണുബാധകളൊക്കെ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പിന്നെ നമ്മുടെ നാട്ടിൽ ഈ വെള്ളക്കെട്ട് മഴക്കാലത്ത് സർവ്വസാധാരണമാകുകയും അവ ഈ കൊതുകുകളെ കണ്ടമാനം പെറ്റുപെരുകാൻ അനുവദിക്കുകയും ചെയ്യുന്ന സന്ദർഭം വന്നപ്പോൾ ഈ കൊതുകുജന്യ രോഗങ്ങളും മഴക്കാല രോഗങ്ങളുടെ പട്ടികയിൽ പെടുകയുണ്ടായി. അതാണ് ഈ ഉദാഹരണം ഡെങ്കു ഒക്കെ. അതാണ് ഓരോ മഴക്കാലം വരുമ്പോൾ ഓരോ പുതിയ രോഗങ്ങൾ വരികയാണ്. ഇതിനുള്ള മെയിൻ കാരണം കൊതുകുകൾ തന്നെയാണോ? നമ്മളിപ്പോൾ സത്യത്തിൽ ഈ മഴക്കാല രോഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ചർച്ചയ്ക്ക് വിധേയമാകുന്ന രീതിയിൽ ഒരുതരം പരിഭ്രാന്തി സമൂഹ മനസ്സിൽ സൃഷ്ടിച്ചത് ഈ കൊതുകുജന്യ രോഗങ്ങളാണ്. അതിൽ പ്രത്യേകിച്ചും കുറച്ച് മുമ്പ് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്ന ഒരു ചിക്കുൻ ഗുനിയ ഉണ്ടായിരുന്നു. വളരെ മാരകമായ രീതിയിൽ പകർന്നിരുന്ന 10,000-ങ്ങൾക്ക് രോഗം ബാധിച്ചിരുന്നു. അതിൻ്റെ മുമ്പും അതിന് ശേഷവും ചാക്രികമായിട്ട് ഒരു കൃത്യമായ ഇടവേളകൾ വെച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു രോഗമാണ് ഈ ഡെങ്കു എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷവും ഒക്കെ മിക്കവാറും ഡെങ്കുവിൻ്റെ ഒരു വലിയ വ്യാപനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഒരു ആശങ്ക നിലനിൽക്കുന്നുമുണ്ട്. പക്ഷേ ഇത്തവണ വേനൽക്കാലത്ത് പോലും മലേറിയ പടരുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ഈ മലേറിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ നാട്ടിൽ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയൊരു രോഗമാണ്. അത് പ്രത്യേകിച്ചും അനോഫിലസ് കൊതുക് വഴി പകരുന്നതാണത്. അപ്പം മലേറിയ നമ്മുടെ നാട്ടിൽ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തിരുന്നു. നാഷണൽ മലേറിയ എറാഡിക്കേഷൻ പ്രോഗ്രാം വഴി അത് ഏറ്റവും ഫലപ്രദമായി നടപ്പിലായത് കേരളത്തിലായിരുന്നു. അങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു പരിധിവരെ അത് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും ഈ തരത്തിലുള്ള പാരിസ്ഥിതിക മലിനീകരണം കൂടുകയും കൊതുകുകളുടെ എണ്ണം വളരെ കൂടുകയും കൊതുക് പെറ്റുപെരുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം അന്യസംസ്ഥാന തൊഴിലാളികൾ, ഉദാഹരണം വടക്കേ ഇന്ത്യ, ബീഹാർ, ജാർഖണ്ഡ്, ബംഗാൾ പോലെ ഈ മലേറിയ നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ലാത്ത സംസ്ഥാനങ്ങളും സമൂഹങ്ങളും ഉണ്ടല്ലോ, അവിടെ നിന്നും ജോലിക്കായിട്ട് കേരളത്തിലേക്ക് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുവഴിയും ഈ നാട്ടിൽ മലേറിയ ഇപ്പോൾ പരക്കുന്നുണ്ട്. എന്നാലും നമ്മളെ ആശങ്കാകുലരാക്കുന്ന രീതിയിൽ മലേറിയയുടെ ഒരു പടർന്നു പിടിക്കൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസജനകമാണ്. കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ നമുക്ക് വീട്ടിലെല്ലാം എന്താ ചെയ്യാൻ കഴിയുന്നത്? കൊതുകുജന്യ രോഗങ്ങൾ തടയുക എന്ന് പറയുന്നത് കൊതുകിൻ്റെ ഈ വംശവർദ്ധനയെ തടയുക എന്നുള്ളതാണ്. അപ്പോൾ കൊതുക് ഈ പെറ്റുപെരുകുന്ന ചില കൊതുകുകൾ മലിനജലത്തിലായിരിക്കും, ചില കൊതുകുകൾ ശുദ്ധജലത്തിലായിരിക്കും. ഇപ്പോൾ ഈ അനോഫിലിസ് ക്യൂലെക്സ് പോലെയുള്ള, ക്യൂലെക്സ് മന്ത് പരത്തുന്നതാണ്, അനോഫിലിസ് മലേറിയ പരത്തുന്നതാണ്. ഇവ രണ്ടും ഈ മലിനജലത്തിൽ ഈ മുട്ടയിട്ട് വളരുന്ന ലാർവകൾ ഉണ്ടായിട്ട് അങ്ങനെ വർദ്ധിക്കുന്ന കൊതുകുകളാണ്. എന്നാൽ നമ്മുടെ ഇഡിസ് ഈജിപ്തിക്കസ് എന്ന് പറഞ്ഞൊരു കൊതുകുണ്ടല്ലോ, നമ്മുടെ ഡെങ്കു പരത്തുന്ന ഈ കൊതുക് ശുദ്ധജലത്തിലാണ് വർദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഈ ശുദ്ധജലം കെട്ടിയ സ്ഥലങ്ങളുണ്ടല്ലോ, ഉദാഹരണമായിട്ട് നമ്മുടെ ഓവർ ഹെഡ് വാട്ടർ ടാങ്ക്, നമ്മുടെ ഈ AC-ലൊക്കെ കൂളറിലൊക്കെ ഉപയോഗിക്കുന്ന വെള്ളങ്ങൾ, അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്താണ് നമ്മൾ AC-യും കൂളറൊക്കെ കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളത്തിലാണ്, ശുദ്ധജലത്തിലാണ് ഇത്തരത്തിലുള്ള കൊതുകുകൾ പെരുകുന്നത്. അപ്പോൾ ശുദ്ധജലത്തിലായാലും മലിനജലത്തിലായാലും കൊതുകുകൾ പെരുകുവാൻ ഉതകുന്ന രീതിയിലുള്ള ഈ അവസ്ഥകൾ നമ്മൾ ഒഴിവാക്കണം.
മലിനജലം കെട്ടിയിരിക്കുന്നത് നമ്മൾ തടയണം. അപ്പോൾ അതുപോലെ ശുദ്ധജലം കെട്ടിയിരിക്കുന്ന വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. അതിൻ്റെ പുറമെ ടാങ്കും ഈ കൂളറും ഒക്കെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കണം, ഈ എയർ കണ്ടീഷണറും ഒക്കെ തന്നെ. പിന്നെ ഈ വീടിൻ്റെ പരിസരങ്ങളിലുള്ള പഴയ ടയറ്, ഈ ചിരട്ടകൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, പ്രത്യേകിച്ചും ഈ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ ഇതൊക്കെ ധാരാളം ഉണ്ടാകും. അവിടങ്ങളിലും ഈ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വീട്ടുകാരുണ്ടാവില്ല. പലപ്പോഴും സ്ത്രീകൾക്കാണ് ഈ പരിസര മലിനീകരണത്തിൽ കുറച്ച് ആശങ്കയും താല്പര്യവും നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് പൊതുവെ സ്ത്രീകൾ, ഈ കുടുംബങ്ങൾ എത്തൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടങ്ങളിലൊക്കെ ഈ അനാഥമായിട്ട് ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളും ചിരട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കും, അതിൽ കൊതുക് പെരുകും. അപ്പം ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനാണ് ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ വേണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഡ്രൈ ഡേ ആചരിക്കണം, ഇതെല്ലാം കമഴ്ത്തി വെക്കുക, അങ്ങനെ എല്ലാം ഡ്രൈ ആക്കുക. അതാണ് അതിൻ്റെ ഒരു. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ലാലിയാണ്, ഇടുക്കിയാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, മഴ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. പറയൂ. മഴ പെയ്ത് ഒരു മഴ പെയ്ത് കഴിയുമ്പോഴത്തേനും ഈ പുറത്തിറങ്ങി വന്നു കഴിയുമ്പോൾ കാലിന്റെ വിരലിന്റെ ഇടയ്ക്ക് എല്ലാവേ ഇങ്ങനെ പതഞ്ഞു പോകും. വല്ലാത്ത ദുർഗന്ധോ. അത് മഴ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തെ ഇപ്പൊ തന്നെ ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. വിരലിന്റെ ഇട എല്ലാം ഇങ്ങനെ പതഞ്ഞു പോകും, പതയെ വന്നു പോയിട്ട് ദുർഗന്ധം വരുന്നു. അതിനെന്താ ചെയ്യുന്നത്? അത് ഒരു മഴക്കാല രോഗങ്ങളിൽ പെടുത്തി സംസാരിക്കാവുന്ന രോഗമല്ലെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത്, ഇതൊരു തരം ഫംഗസ് വളരുകയാണ് വിരലുകൾക്കിടയിൽ. കാരണം വിരലുകൾ നമുക്കറിയാമല്ലോ, കൈവിരലുകളേക്കാൾ കൂടുതൽ കാൽവിരലുകൾ അടുത്തിരിക്കും. കൈവിരലുകൾ കുറേ കൂടെ ചലിക്കുമല്ലോ. അപ്പോൾ കാൽ ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ എപ്പോഴും നനവുണ്ടായിരിക്കുക. പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളമുണ്ടാകും. അപ്പോൾ ഈ വെള്ളത്തിൽ ചവിട്ടി നടക്കുകയും എപ്പോഴും നനഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ ഈ കാൽവിരലുകൾക്കിടയിൽ ഈ ഫംഗസ് വളരും, ചില പൂപ്പലുകൾ. ആ പൂപ്പലുകൾ വളരുമ്പോഴാണ് അതിനകത്ത് ചിലപ്പോൾ ഈ രോഗാണുബാധ, വീണ്ടും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, രോഗാണുബാധയും വരും അതിന് പുറമെ. അങ്ങനെ വരുമ്പോൾ അത് ഇൻഫെക്റ്റഡ് ആവും, അത് അണുബാധ ഏൽക്കും. അപ്പോൾ ഈ ഫംഗസ് കൊണ്ടും ഈ അണുബാധ കൊണ്ടുമാണ് ഈ തരത്തിലുള്ള ദുർഗന്ധം വമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരമമായ ചികിത്സ എന്ന് പറയുന്നത് പരമാവധി കാലുകൾ നനയാതിരിക്കാൻ ശ്രമിക്കുക. ഇനി നനഞ്ഞു കഴിഞ്ഞാൽ തന്നെ, അത് സാധ്യമല്ല, നനഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കാലുകൾ പെട്ടെന്ന് വിരലുകൾക്കിടയിൽ ഒപ്പി ഉണക്കി, പരുത്തി തുണി കൊണ്ടോ ഈ കോട്ടൺ കൊണ്ടോ അത് ഈ ഒപ്പി ഉണക്കിയിട്ട് സൂക്ഷിക്കുകയാണ് വേണ്ടത്. പിന്നെ വേണമെങ്കിൽ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ വിരലുകൾക്കിടയിൽ ഈ തുണി വെക്കാം. കോട്ടൺ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ അവിടെ ഈർപ്പം ഉണ്ടാകുന്നത് ആ ഈർപ്പം അപ്പോഴപ്പോൾ വലിച്ചെടുക്കപ്പെടും. അങ്ങനെ എപ്പോഴും അത് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഈ അസുഖത്തെ വളരെ വലിയ അളവിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഡോക്ടർ, ഈ കൊതുകുജന്യ രോഗങ്ങളെ കുറിച്ച് സാർ പറഞ്ഞു. ഇത് തിരിച്ചറിയാൻ, ഇപ്പോൾ ചിക്കൻ ഗുനിയാണ് അഥവാ ഡെങ്കു ആണെന്ന് തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? അത് ഈ ചിക്കുൻ ഗുനിയ എന്ന് പറയുന്ന രോഗത്തിനും ഡെങ്കുവിനൊക്കെ തന്നെ വളരെ നിർവചിക്കപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങളുണ്ട്, രോഗലക്ഷണങ്ങൾ. എല്ലാ പനികളും, ഈ തരത്തിൽ എല്ലാ പകർച്ച പനികളും തുടങ്ങുന്നത് പനിയായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ചിക്കുൻ ഗുനിയയുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു അസ്വസ്ഥത എന്ന് പറയുന്നത് ഈ തൊലിപ്പുറമെ ചുവന്ന പാടുകൾ ഉണ്ടാകാം. അതിന് പുറമെ ഈ സന്ധികളിൽ വേദന ഉണ്ടാകും, ഈ എല്ലുകൾ പൊട്ടുന്ന മാതിരി വേദന ഉണ്ട്. അതിൽ നിന്നാണ് ഈ പദം ഉണ്ടായത് തന്നെ. ഈ ഒരു ആഫ്രിക്കൻ ലാംഗ്വേജിൽ നിന്നാണ് ചിക്കുൻ ഗുനിയ, ചിക്കൻ അല്ല ചിക്കുണാണ്, ചിക്കുൻ ഗുനിയ എന്ന് പറയുന്നത്. അപ്പം ഈ മറ്റ് എല്ലുകൾ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള അത്രയും തരത്തിലുള്ള ശക്തമായ വേദന ഉണ്ടാവും ഈ രോഗത്തിന്. അപ്പം സന്ധി വേദനയും ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ചിക്കുൻ ഗുനിയ നമുക്ക് സംശയിക്കാവുന്നതാണ്. പിന്നെ ഇതിലൊക്കെ തന്നെ നമ്മൾ ഈ അതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട് ഒരു പനി വരുന്നതിന്. അതിന് ഓരോന്നിനും നമ്മൾ നിർവചിക്കപ്പെട്ട രീതിയിലുള്ള ലക്ഷണശാസ്ത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡെങ്കുവിലാണെന്നുണ്ടെങ്കിൽ ഈ ബൈഫേസിക് ആവുക എന്ന് പറഞ്ഞാൽ 2 തവണയായിട്ടാണ് പനി കൂടുക. ഒരു പ്രാവശ്യം പനി വന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് വരും, പിന്നെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും പനി വരുന്ന അങ്ങനെ സംഭവിക്കാം. അതിൻ്റെ പുറമെ ഈ തൊലിപ്പുറമെ പാടുകളുണ്ടാകാം. പിന്നെ ഈ മേലൊക്കെ ശക്തമായ വേദന ഉണ്ടാവും. അതെല്ലാം ഈ തരത്തിലുള്ള വൈറൽ ഡിസീസിനൊക്കെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പൊതു സ്വഭാവം ശക്തമായ ശരീരവേദനയാണ്, പേശിവേദനയാണ്. പക്ഷേ ചില പനികൾക്ക് സന്ധി വേദന ഉണ്ടാകും. അപ്പോൾ ഈ ചിക്കുൻ ഗുനിയൻ്റെ അത്ര ഇല്ലെങ്കിലും നമ്മുടെ ഡെങ്കു പനിക്കും ഈ സന്ധി വേദനകളുണ്ടാകും. പിന്നെ തലവേദന ഉണ്ടാകാം. കണ്ണിൻ്റെ പുറകിൽ അതിശക്തമായ വേദന ഉണ്ടാകും, റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് പറയുന്ന രീതിയിൽ. പിന്നെ ഈ പനി വരുന്നതിന് മുമ്പായിട്ട് 1-2 ദിവസം പ്രൊഡ്രോമൽ സിംറ്റം ഉണ്ടാകും. അതായത് പനി വരാൻ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നേരത്തെ വരുന്ന ഒരു മുന്നറിയിപ്പ് സിംറ്റംസ് ഉണ്ട്. അതിൽ പൊതുവെ ക്ഷീണം, ഒരു അസ്വസ്ഥത,
മറ്റ് ശരീരവേദന അങ്ങനെ തുടങ്ങുമ്പോൾ മനസ്സിലാക്കാൻ നമുക്കൊരു പനി വരാൻ പോകുന്നത്. അതിനും പുറമെ പിന്നെ സമൂഹത്തിൽ വീട്ടിൽ ആർക്കെങ്കിലും പനി ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ പുതിയ ഒരാൾക്ക് ഇത്തരത്തിലുള്ള വിഷമത കണ്ടു തുടങ്ങിയാൽ മനസ്സിലാക്കുക അദ്ദേഹമാണ് അടുത്ത കാൻഡിഡേറ്റ് എന്നുള്ളത്. ഡോക്ടർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ഗണേഷ്, ഞാൻ എരുമേലിയിൽ നിന്ന് വിളിക്കുന്നു. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഡോക്ടറെ, ഈ മഴ പെയ്യുന്നു, പനിയുടെയൊക്കെ സമയമാണ്. ഇപ്പൊ മുഖ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം സ്വയം ചികിത്സയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പനി വന്നാൽ അന്നേരം പോയി മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു, എനിക്ക് പനിയാണ് എന്നും പറഞ്ഞ് പോയി ചെന്ന് മരുന്ന് മേടിക്കുന്നു, ഗുളിക മേടിക്കുന്നു, പനിക്കുള്ള ഗുളിക കഴിക്കുന്നു, പനി 2 ദിവസം കൊണ്ട് നിൽക്കുന്നു, വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നു. ഇത് നല്ല ഒരു ശക്തമായിട്ടുള്ള ബോധവൽക്കരണം നമുക്ക് ആവശ്യമല്ലേ? സ്വയം ചികിത്സ, അതുപോലെ സ്വയം ചിന്തം മരുന്ന് പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങുക, അങ്ങനെയുള്ളതിനൊക്കെ. തീർച്ചയായിട്ടും വളരെ സാമൂഹിക പ്രസക്തിയുള്ള, വളരെയധികം പൊതുജനാരോഗ്യ മേഖലയിൽ, ചികിത്സാ മേഖലയിൽ വളരെയധികം ഒരു ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് താങ്കൾ ഈ ചോദ്യം വഴി നമ്മുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. അതായത് അതിന് സെൽഫ് ട്രീറ്റ്മെൻറ്റ്, സ്വയം ചികിത്സ അല്ലെങ്കിൽ ഓവർ ദി കൗണ്ടർ OTC ചികിത്സ എന്ന് പറയും. ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ മരുന്ന് കടയിൽ പോയിട്ട് ഒരു ഔഷധം വാങ്ങുക, ഒരു പാരസിറ്റമോളോ മറ്റെന്തെങ്കിലും ഗുളിക വാങ്ങി, ചിലപ്പോൾ പല രോഗികളും ആൻറ്റിബയോട്ടിക്കുകൾ പോലും പോയി വാങ്ങിക്കളയും. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പനി വന്നപ്പോൾ എനിക്ക് അമോക്സിസിലിൻ ഗുളിക ഡോക്ടർ എഴുതി, അതുകൊണ്ട് ഇത്തവണത്തെ പനിയും അത് തന്നെ ആയിരിക്കും നിലക്ക് അനുമാനിച്ചുകൊണ്ട് രോഗി തന്നെ സ്വയം ഡോക്ടറാകുന്നൊരവസ്ഥയുണ്ട്. രോഗിക്ക് സ്വയം ഡോക്ടറാകാനുള്ള അവസ്ഥ സമൂഹം അധികാരം കൊടുത്തിട്ടില്ല. അതിൻ്റെ പുറമെ അത് വളരെ അപകടകരവും ചിലപ്പോൾ ആത്മഹത്യാപരവുമായിരിക്കാം. പ്രത്യേകിച്ചും അത് സാധാരണ വൈറൽ ഫീവർ, ഒരു ഇൻഫ്ലുവൻസ പോലുള്ള ഫ്ലൂ പോലുള്ള അസുഖങ്ങൾ അല്ലാത്ത പനിയാണെങ്കിൽ, ഇപ്പോൾ ഒരു എലിപ്പനിയാകാം, ഒരു ഡെങ്കുപ്പനിയാകാം. ഡെങ്കുവിൽ ഒരു 80% ഡെങ്കുപ്പനികളും വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകുന്നതാണെങ്കിലും ഡെങ്കുവിൻ്റെ വളരെ തീവ്രമായ, വളരെ അപകടകരമായ, ഭീതിജനകമായ ചില അവസ്ഥാവിശേഷങ്ങളുണ്ട്. ഡെങ്കു ഹെമറാജിക് ഫീവർ, ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്നൊക്കെ പറയുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു പനിയിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൊരു രോഗി അത് മനസ്സിലാക്കാതെ കൗണ്ടറിൽ പോയിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ വളരെ വിലയേറിയ സമയമാണ് ആ രോഗി തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മേഖലയിൽ നഷ്ടപ്പെടുത്തുന്നത് കാണാതിരുന്നൂടാ. ചിലപ്പോൾ മഞ്ഞപ്പിത്തത്തോട് വരുന്ന പനി, എലിപ്പനിയാണെങ്കിൽ ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ, പരമാവധി ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ പെനിസിലിനടങ്ങിയ ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ഡോക്സിസൈക്ലിനടങ്ങിയ ആൻറ്റിബയോട്ടിക്കുകളുടെ ചികിത്സ ആരംഭിച്ചിരിക്കണം. നേരെ മറിച്ച് ഓവർ ദി കൗണ്ടർ ചികിത്സയ്ക്ക് മരുന്ന് ഷാപ്പിൽ നിന്നും പോയി സ്വയം ചികിത്സിക്കുന്ന ഒരു രോഗി ആദ്യത്തെ ഒരാഴ്ച ഇങ്ങനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ രണ്ടാമത്തെ ആഴ്ച ഈ എലിപ്പനിയുടെ സകലവിധ സങ്കീർണതകളും എല്ലാ ആന്തരിക അവയവങ്ങളെയും തകർത്തുകൊണ്ട് ആവിർഭവിക്കുന്നതാണ്. ഒരുപക്ഷെ രോഗിയുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ, ലിവറിനോ ശ്വാസകോശത്തിനോ വൃക്കകൾക്കോ അസുഖങ്ങൾ, പ്രത്യേകിച്ചും കരളിന് അസുഖമുള്ള രോഗിയാണെങ്കിൽ അദ്ദേഹത്തിന് മരണത്തിലേക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ ആഴ്ചയിൽ. അപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ ഡോക്ടർക്ക് ഇടപെടാനുള്ള അവസരം നിഷേധിക്കുക വഴി രോഗി ആത്മഹത്യാപരമായ ഒരു പ്രവണതയിലേക്കാണ് അല്ലെങ്കിൽ ഒരു നടപടിയിലേക്കാണ് പോകുന്നത് എന്നുകൂടെ സൂചിപ്പിക്കേണ്ടത്. അതാണ് ഈ ചോദ്യകർത്താവ് ഉന്നയിച്ചിരിക്കുന്ന അതിശക്തമായ ഒരു വിഷയം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നമുക്ക് ഒരു കോളുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് വയനാട്ടിൽ നിന്ന് മൊയ്തുവാജി എന്ന് പറയുന്ന ഒരാളാ. ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, ഈ മഴ തുടങ്ങിയാലേ ഭയങ്കര ജലദോഷവും കഫക്കെട്ടും ഈ ശ്വാസം കഴിക്കുമ്പോ ഒരു വലിയൊക്കെ ഉണ്ടല്ലോ സാറേ, എന്നാ ചെയ്യണ്ടേ? അത് എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് നേരത്തെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള വലിവും ഈ പഴക്കമുള്ള ചുമയുള്ള ആളാണോ? അതൊന്നുമില്ല സാറേ, എപ്പോഴും ചുമക്കലുണ്ട്, വലിവൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ പുകവലിക്കുന്ന ആളാണോ? പുക മുമ്പ് വലിച്ചിരുന്നു, ഒരു 10-14 കൊല്ലം മുമ്പ് വലിച്ചിരുന്നു വല്ലാണ്ട്. അപ്പോൾ ഈ നേരത്തെ തന്നെ ഈ പ്രത്യേകിച്ച് വയനാട് ഒരു ഉയർന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സാധാരണ നമ്മുടെ തീരപ്രദേശത്ത് നിന്നൊക്കെ ഒരു 10,000-2,500 മറ്റേ അടി ഉയരമുള്ള സ്ഥലമാണല്ലോ. അവിടെ താഴെ പ്രതലങ്ങളിലുണ്ട് അത്രയും ഓക്സിജൻ, പ്രാണവായു ലഭ്യമല്ല. അപ്പോൾ അവിടെ പൊതുവെ തന്നെ ശ്വാസകോശ സംബന്ധമായ ഈ ചില അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാലാവസ്ഥയാണ്. അതിന് പുറമെ മുമ്പ് പുകവലിച്ചിരുന്ന ആളുകൾക്കും ശ്വാസകോശത്തിൽ ചില്ലറ ഈ ക്ഷതങ്ങൾ സംഭവിച്ചു കാണണം. പ്രത്യേകിച്ച് ശ്വാസക്കോയലുകൾ ചുരുങ്ങിപ്പോകുന്നത് വഴി ഉണ്ടാകുന്ന ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് പോലുള്ള രോഗങ്ങൾ വയനാട്ടിൽ വളരെ വ്യാപകമാണ്, പുരുഷന്മാരുടെയിലും സ്ത്രീകളുടെയിലും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മഴ വന്നു കഴിഞ്ഞാൽ
വളരെ പെട്ടെന്ന് ഈ അന്തരീക്ഷം തണുക്കുമ്പോൾ അവരുടെ രോഗപ്രതിരോധ ശേഷിയിൽ താൽക്കാലികമായിട്ടുള്ള ഒരു വീഴ്ച, ഒരു ഇടിവുണ്ടാവുകയും അതോടൊപ്പം അന്തരീക്ഷത്തിൻ്റെ മുകളിൽ നിന്നുണ്ടായിരുന്ന അന്തരീക്ഷത്തിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന രോഗാണുക്കൾ, വൈറസ് പോലുള്ള രോഗാണുക്കൾ ഭൂമിയിലേക്ക് താഴോട്ട് ഭൂമി ഉപരിതലത്തിലേക്ക് വരികയും അത് ശ്വസിക്കുന്നത് വഴി നമുക്ക് ശ്വാസകോശത്തിലേക്ക് ഈ വൈറസുകൾ കടക്കുകയും അങ്ങനെ ഈ ഇൻഫ്ലുവൻസ, ഈ ഫ്ലൂ പോലുള്ള രോഗങ്ങളുണ്ടാകും. അത് നേരത്തെ ശ്വാസകോശത്തിന് ചെറിയ ക്ഷതം സംഭവിച്ച ആളുകളിലാണെങ്കിൽ വളരെ പെട്ടെന്ന് ചുമയും പനിയും ശ്വാസം മുട്ടലും പോലെയുള്ള രോഗങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരു ശ്വാസകോശ അണുബാധയാണത്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ നേരത്തെ ശ്വാസകോശ സംബന്ധമായ ഈ COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ആസ്തമ പോലെയുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ നേരത്തെ അല്പം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ശ്വാസകോശത്തിൽ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഉണ്ടാകാവുന്ന അണുബാധകൾ കുറേ കൂടെ തീവ്രവും ശക്തവുമായിരിക്കാം. അതുകൊണ്ട് താങ്കൾ അങ്ങനെ ഈ നല്ല ചുമയും ഈ കട്ടിയുള്ള കഫവും അതിന് നിറവ്യത്യാസമുള്ള മഞ്ഞ നിറത്തിലുള്ള കഫവുമാണെങ്കിൽ തീർച്ചയായും ഒരു അടുത്തുള്ള താങ്കളുടെ കുടുംബ ഡോക്ടറെ സമീപിക്കുകയും അതിനു വേണ്ട ആൻറ്റിബയോട്ടിക്കുകൾ അടങ്ങിയിട്ടുള്ള ഔഷധങ്ങളും ശ്വാസക്കോയിലുകളുടെ ഈ ചുരുങ്ങിപ്പോകുന്നത് വികസിക്കുവാനുള്ള ഔഷധങ്ങളാണ് കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സുഖം കിട്ടുന്നതായിരിക്കും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മറ്റൊരു കോളും കൂടിയുണ്ട്. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ മുഹമ്മദ് കുട്ടിയാണ്, ഇവിടെ ഒറ്റപ്പാലം ഭാഗത്തുനിന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, ഈ മേലും കൈയും വേദനയും അതേമാതിരി ശ്വാസകോശത്തിനൊരു തടസ്സം മാതിരിയൊക്കെയാണ് വരുന്നത്. ഇതെന്താണെന്ന് അറിയുന്നത്? അതൊരു പക്ഷേ താങ്കൾക്ക് മഴക്കാലം വന്നപ്പോൾ ഉണ്ടാകുന്ന ഈ ശ്വാസകോശ സംബന്ധമായ പകർച്ചപ്പനി, ഇൻഫ്ലുവൻസ, ഫ്ലൂ എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ നമ്മൾ വിളിക്കുന്ന ഇൻഫ്ലുവൻസ ആയിരിക്കാം. അപ്പോൾ അതൊരു വൈറസ് രോഗമാണ്. അപ്പോൾ അതിനകത്ത് പനിയും ശക്തമായ ശരീരവേദനയും പേശിവേദനകളും ചെറിയ അളവിൽ സന്ധിവേദനകളും പിന്നെ മൂക്കുന്ന് ഒലിച്ചുകൊണ്ടിരിക്കുകയും മൂക്കടപ്പും ചുടുവായു ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് അത് ഈ അസുഖത്തിൻ്റെ ലക്ഷണമാകാനാണ് സാധ്യത. അപ്പോൾ സാധാരണഗതിയിൽ അതിന് ഈ കഫം കൂടുതൽ കഫം ഉണ്ടാവാതിരിക്കുകയും കഫത്തിന് നിറം മാറ്റം സംഭവിക്കാതിരിക്കുകയും ഉള്ള അവസ്ഥയാണെങ്കിൽ മിക്കവാറും പ്രത്യേകിച്ച് ചികിത്സ ആവശ്യമുണ്ടാവില്ല. പരിപൂർണ്ണ വിശ്രമം എടുക്കുക, ചെറിയ പാരസെറ്റമോൾ പോലുള്ള ഗുളികകൾ കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും വിശ്രമവും ആവശ്യമാണ് ശരീരത്തിന്. കാരണം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിക്ക് ഈ രോഗത്തെ കീഴടക്കുവാനുള്ള ഒരു അവസരം നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് കൂടുതൽ അധ്വാനിക്കാതിരിക്കുകയാണ് നല്ലത്. നേരെ മറിച്ച് ഇതിന് സങ്കീർണതകളായിട്ടുള്ള നെഞ്ചുവേദന, കഠിനമായ രീതിയിൽ കഫം തുപ്പുക, കഫത്തിന് നിറമാറ്റം വരിക, കഫത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക, വളരെ ദ്രുതഗതിയുള്ള ശ്വാസോച്ഛ്വാസം വളരെ ദ്രുതഗതിയിലാവുക ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് ആവുമ്പോൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ്. അതിന് ഞങ്ങള് മുസ്ലിങ്ങൾ അപ്പൊ എനിക്ക് നോമ്പ് എടുക്കേണ്ട സമയമാണ് ഇപ്പൊ. അപ്പൊ എനിക്ക് ഈ ഗുളിക കഴിക്കുന്നതിൽ മാറ്റം നോമ്പ് എടുക്കുമ്പോൾ ആദ്യത്തെ പകൽ സമയത്ത് ഒരു 13-14 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ ഒരു മരുന്ന് സേവ ആവശ്യമുള്ള ഒരു രോഗാവസ്ഥയാണെങ്കിൽ നോമ്പിൽ നിന്ന് നമുക്ക് വിടുതലുമുണ്ടല്ലോ. ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടറിലെ തുടരുന്നു. ഡോക്ടർ, ഈ ജലജന്യ രോഗങ്ങളുണ്ടല്ലോ, ഇത് തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജലജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ കുടിക്കുവാനും നമ്മൾ പാചകം ചെയ്യുവാനും ഉപയോഗിക്കുന്ന വെള്ളം മലിനമാകുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥകളാണ്. അതിൽ തന്നെ ഈ പ്രധാനമായിട്ടുള്ളത് വൈറൽ ഡിസീസ് തന്നെയാണ്, വൈറൽ രോഗങ്ങൾ. അതിൽ പ്രത്യേകിച്ചും വയറിളക്കം, അതുപോലെ ഛർദി, അതിസാരം പോലുള്ള രോഗങ്ങൾ ദൈനംദിന വ്യവസ്ഥയെ ബാധിക്കുന്ന, പിന്നെ മഞ്ഞപ്പിത്തം, ടൈപ്പ് എ മഞ്ഞപ്പിത്തം ഇങ്ങനെ ജലജന്യ രോഗത്തിൽപ്പെടുന്നതാണ്. പിന്നെ അതിലുള്ള വേറൊരു ബാക്ടീരിയൽ രോഗമാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. ടൈഫോയിഡ് ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ്, അത് കുറച്ച് വൈറസ് അല്ല. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള വളരെ അനുഗുണമായിട്ടുള്ള യുക്തമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളും ലഭ്യമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ജലജന്യ രോഗങ്ങളിൽ പെടുത്താവുന്ന സാധാരണ രോഗങ്ങൾ. പിന്നെ നമ്മുടെ ഒരുമാതിരി നിർമ്മാർജ്ജനം ചെയ്ത പോളിയോയും ഇത്തരത്തിലുള്ള ഈ ഭക്ഷണം വഴി മലിനീകരിക്കപ്പെട്ട ജലം വഴി പകരുന്ന രോഗമാണ്. ഈ പനിയുടെ കൂടെ ഉണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങൾ, ഇതിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അപകടമായിട്ടുള്ളത്? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം നേരത്തെ ഒരു ശ്രോതാവ് ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, ഓവർ ദി കൗണ്ടർ മെഡിസിൻ മരുന്നുകൾ വാങ്ങുന്നത്, മരുന്ന് ഷാപ്പിൽ പോയിട്ട് നേരിട്ട് രോഗി സ്വയം ഡോക്ടറായി മാറുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ എല്ലാ പനികളും മാരകമല്ല, അപകടകരവുമല്ല.
ഈ പ്രത്യേകിച്ചും ഈ ഇൻഫ്ലുവൻസ പോലെയുള്ള മഴക്കാലത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ശക്തമായി പകരുന്ന അതിശക്തമായ പനിയും ശരീരവേദനയും ഈ തുമ്മലും ജലദോഷവും ചുമയൊക്കെ ആയിട്ട് വരുന്ന രോഗങ്ങൾ ഇത് പലപ്പോഴും മാരകമായിരിക്കില്ല. അതിൻ്റെ സങ്കീർണതകളായിട്ടുള്ള ന്യൂമോണിയയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തെങ്കിലും ശ്വാസകോശ സങ്കീർണതകളോ ഒക്കെ വരിക അല്ലാത്ത പക്ഷം, അതിൽ ആ ഹാർട്ടിൻ്റെ മാംസപേശികളെ ബാധിക്കുന്ന മയോകാർഡൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ ഇല്ലാത്തിടത്തോളം കാലം അതൊന്നും അത് അപകടകരമാവില്ല. എന്നാൽ ഡെങ്കുപ്പനി ചിലപ്പോൾ അപകടമാകാം. അത് ചിക്കൻ ഗുനിയ ഇപ്പോൾ നാട്ടിലില്ല, പക്ഷേ എങ്കിലും വന്നാൽ ചിലപ്പോൾ അത് കുറേ കാലത്തേക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. പക്ഷെ അത് മാരകമല്ല. എന്നാൽ ഈ എലിപ്പനി വളരെ മാരകമാണ്. അതുപോലെ ചില മഞ്ഞപ്പിത്തവും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മാരകമാകാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ പനിയുടെ കൂടെ മഞ്ഞപ്പിത്തം വരികയാണെങ്കിൽ, ശക്തമായ പനി, അതിൻ്റെ കൂടെ അതിശക്തമായ ശരീരവേദന, മഞ്ഞപ്പിത്തവും കണ്ണുകൾ ചുവന്നിട്ടുമുണ്ടെങ്കിൽ അത് എലിപ്പനിയായിട്ട് കണ്ടേ പറ്റൂ. പ്രത്യേകിച്ചും ഈ മണ്ണുമായി ബന്ധപ്പെട്ട ഈ മൃഗങ്ങളുമായിട്ട് ഈ സമ്പർക്കം പുലർത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, ഈ കൊത്തുപണിക്കാർ, കിളയ്ക്കുന്നവർ, പശുവിനെയും മൃഗങ്ങളെയും സംരക്ഷിക്കുന്നവർ, ഈ വെള്ളത്തിൽ മുങ്ങുന്നവർ, അങ്ങനെയൊക്കെയുള്ള അതിൽ ഈ മലിനമായിട്ടുള്ള ചപ്പുചവറുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്കാവഞ്ചേഴ്സ്, അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള തൊഴിലാളികളൊക്കെ തന്നെ വളരെ റിസ്ക് ഗ്രൂപ്പുകളാണ്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാൾ ശക്തമായ പനിയും ശരീരവേദനയും മഞ്ഞപ്പിത്തവും പിന്നെ കണ്ണ് ചുവന്നിട്ടും പിന്നെ ഏതാനും ദിവസം കഴിയുമ്പോഴേക്കും മൂത്രത്തിന് ചുവപ്പ് നിറം വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കണം. ചുവന്ന നിറത്തിലുള്ള മൂത്രം പോവുക, മൂത്രത്തിൻ്റെ അളവ് വളരെ കുറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ പനിയുടെ കൂടെ ശക്തമായ ശ്വാസമുട്ടലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ H1N1 പോലുള്ള പനികൾക്കൊക്കെ പലപ്പോഴും ഈ ന്യൂമോണിയ അല്ലെങ്കിൽ ARDS എന്ന് പറയുന്ന വേറൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്, അഡൽട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ പനിയുടെ കൂടെ ശക്തമായ ശ്വാസമുട്ടലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പനിയുടെ കൂടെ തല കറങ്ങി വീഴുകയും ഈ പ്രഷർ കുറയുകയും ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. പനിയുടെ കൂടെ അപസ്മാരം വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം. അത് ഈ മസ്തിഷ്ക ജ്വരം, ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ്, ഈ പലപ്പോഴും അപസ്മാരമായിട്ട് വരാം. നേരത്തെ അപസ്മാരമില്ലാത്ത ആൾക്ക്, മുതിർന്ന ഒരാൾക്ക് പനിയുടെ കൂടെ അപസ്മാരം വന്നാൽ നമ്മളെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന ഒരു പനിയാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു, മറ്റൊന്നല്ല എന്ന് തെളിയുന്നത് വരെയെങ്കിലും. പിന്നെ ഈ ഡെങ്കുവിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പനിയുടെ കൂടെ ഈ തൊലിപ്പുറമെ രക്തം കട്ടപിടിച്ച പാടുകളുണ്ടെങ്കിൽ, അതുപോലെ മൂക്കുന്ന രക്തം വരിക, അല്ലെങ്കിൽ പല്ല് തേക്കുമ്പോൾ ചോര വരിക, ചിലപ്പോൾ ആദ്യത്തെ ലക്ഷണം അതായിരിക്കാം. ഈ രക്തസ്രാവം ഉണ്ടാക്കുന്ന പനിയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം പലപ്പോഴും ഈ പല്ല് തേക്കുമ്പോൾ ചോര വരുന്നതായിരിക്കാം. പിന്നെ മൂക്കുന്ന രക്തം വരിക, കുട്ടികളാണെങ്കിൽ മൂക്കിൽ വിരലെടുക്കുകയൊക്കെ ചെയ്യുമല്ലോ, അത് വരിക. പിന്നെ സ്ത്രീകളാണെങ്കിൽ മാസമുറ സമയത്താണ് പനി വരുന്നതെങ്കിൽ അമിതമായ ബ്ലീഡിങ്, സാധാരണ കാണാത്ത ബ്ലീഡിങ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം അത് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ടുള്ള ശക്തമായ രക്തസ്രാവം ഉണ്ടാക്കുന്ന ഒരു പനിയാണ്. മിക്കവാറും ഡെങ്കു ആകാം. അങ്ങനെ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന വേറെയും കുറേ പനികളുണ്ട്. ചില മിക്കവാറും വൈറൽ ഫീവർ പനികൾക്കൊക്കെ തന്നെ ഈ പ്ലേറ്റ്ലെറ്റ് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അതുതന്നെയാണ് നമ്മുടെ എലിപ്പനിയിൽ സംഭവിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കുറേ ലക്ഷണങ്ങൾ, പിന്നെ മൂത്രം പോകാതിരിക്കുക, പിന്നെ അതിൻ്റെ ഈ ശക്തമായ നെഞ്ചുവേദന വരിക, പിന്നെ ബോധക്ഷയം വരിക, ഇതൊക്കെ അങ്ങനെയുള്ള കുറേ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വന്ന പനി ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെയാണ് വരുന്നതെങ്കിൽ ആ പനി സാധാരണ പനിയല്ല എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അപ്പം വളരെ പെട്ടെന്ന് ഏറ്റവും മികച്ച സേവനം ലഭിക്കുന്ന ഒരു ആസ്പത്രിയിലോ എത്തിക്കുക എന്നുള്ളതാണ് അവിടെ രോഗിക്ക് ചെയ്യാനുള്ളത്. അതാണ് ഈ സ്വയം ചികിത്സിക്കുമ്പോൾ രോഗിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സുവർണാവസരം. ഓക്കെ ഡോക്ടർ, സമയം ഇവിടെ പൂർണ്ണമായി. മഴക്കാല രോഗങ്ങൾ തടയാനുള്ള മാർഗങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു തന്നതിന് നന്ദി.